ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അമേരിക്കയിലോ യൂറോപ്പിലോ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു വിപ്ലവം നമ്മുടെ ഭാരതത്തിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? സാധാരണയായി കോടീശ്വരന്മാർക്കും എയർപോർട്ട് ലോഞ്ചുകളിൽ വിശ്രമിക്കുന്ന വമ്പൻ ഉദ്യോഗസ്ഥർക്കും മാത്രം ബാങ്കുകൾ നൽകിയിരുന്ന ഒരു പ്രീമിയം സൗകര്യമുണ്ട്. അതാണ് ക്രെഡിറ്റ് കാർഡ്, അല്ലെ? എന്നാൽ ഇന്ന് ആ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്ന തട്ടുകടക്കാരന്റെ കയ്യിലും നിങ്ങളുടെ തെരുവിലൂടെ പച്ചക്കറി വിൽക്കാൻ വരുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിലും ഇനി ബാങ്കുകൾ നൽകുന്ന പവർഫുൾ ക്രെഡിറ്റ് കാർഡുകൾ എത്തും. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ മാസ്റ്റർ സ്ട്രോക്ക് PM സ്വനിധി UPI ക്രെഡിറ്റ് കാർഡ്. ഇതിന് പിന്നിൽ ഒരുപാട് നീക്കങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാവിലെ 1000 രൂപ കടം വാങ്ങി വൈകുന്നേരം പലിശക്കാരന് 1100 രൂപ നൽകി കണ്ണീരോടെ വീട്ടിൽ പോയിരുന്ന ലക്ഷക്കണക്കിന് കച്ചവടക്കാരുടെ ശാപമോക്ഷമാണിത്. പലിശക്കാരുടെ ക്രൂരമായ ചങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റി സാധാരണക്കാരെ ബാങ്കിംഗ് സെലിബ്രിറ്റികളാക്കി മാറ്റുന്ന ഈ പദ്ധതി ഇന്ത്യയെ ഇങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്. എങ്ങനെയാണ് ഒരു സാധാരണ തെരുവ് കച്ചവടക്കാരൻ ഈ കാർഡിലൂടെ ഒരു ബിസിനസ് ടൈക്കോണായി മാറുന്നത്? ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രം മാറ്റി എഴുതുന്ന ഈ ഒരു വമ്പൻ പദ്ധതിയെക്കുറിച്ച് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നമ്മുടെ നാടിന്റെ വളർച്ചയുടെ കഥയാണ്. ഇന്ത്യയിലെ അസംഘടിത മേഖലയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഈ തെരുവ് കച്ചവടക്കാരാണ്. എന്നാൽ ദശാബ്ദങ്ങളായി ഇവർ ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബാങ്കിൽ പോയി വായ്പ ചോദിക്കാൻ ഇവർക്ക് പേടിയായിരുന്നു. കാരണം ഇവർക്ക് ഈട് വെക്കാനായി ഭൂമിയോ സ്വർണമോ ഒന്നുമില്ല. ഇതായിരുന്നു പഴയ ഇന്ത്യ. ഈ സാഹചര്യം മുതലെടുത്താണ് നാട്ടിലെ ബ്ലേഡ് പലിശക്കാർ വളർന്നത്. കച്ചവടക്കാർക്ക് ദിവസവും പണം വേണമല്ലോ. സാധനങ്ങൾ വാങ്ങാൻ രാവിലെ കുറഞ്ഞത് ഒരു 5000 രൂപയെങ്കിലും വേണം. അത് വൈകുന്നേരം പലിശയും ചേർത്ത് തിരിച്ചും നൽകണം. ലാഭത്തിന്റെ സിംഹഭാഗവും പലിശക്കാർ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇവരെന്നും ദരിദ്രരായി ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടൽ വരുന്നത്. ഈ രാജ്യം വളരണമെങ്കിൽ താഴെ തട്ടിലുള്ളവർക്ക് പണം എത്തണം. ഈ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് PM സ്വനിധി അഥവാ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പിറന്നത്. കോവിഡ് കാലത്ത് കച്ചവടം നിലച്ചുപോയവർക്ക് കൈത്താങ്ങായി തുടങ്ങിയ ഈ ഒരു പദ്ധതി ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ പുറത്തിറക്കിയ ഈ പുതിയ ക്രെഡിറ്റ് കാർഡ് വെറുമൊരു പ്ലാസ്റ്റിക് കഷ്ണമല്ല. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം നമുക്ക് മനസ്സിലാവുക. രൂപയും UPIയും സംയോജനമാണിത്. അതായത് ഈ കാർഡ് പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്ലാറ്റ്ഫോമായ റുപേയിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നേരിട്ട് നിങ്ങളുടെ മൊബൈലിലെ UPI ആപ്പുകളുമായി, അതായത് ഗൂഗിൾ പ്ലേ അല്ലെങ്കിൽ ഫോൺ പേ, ഭീമായിട്ട് ബന്ധിപ്പിക്കാം എന്നതാണ്. കച്ചവടക്കാർക്ക് കാർഡ് കൈവശം വെച്ചിട്ടില്ലെങ്കിലും ഫോൺ ഉപയോഗിച്ച് തന്നെ ക്രെഡിറ്റ് പണം ഉപയോഗിക്കാം. അടുത്തത്, സാധാരണ ക്രെഡിറ്റ് കാർഡുകൾക്ക് ആഴ്ചകൾ നീളുന്ന പരിശോധന വേണമല്ലോ. എന്നാൽ PM സ്വനിധി കാർഡ് വഴി തൽക്ഷണം തന്നെ പണം ലഭിക്കും. ഒരു കച്ചവടക്കാരന് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് ഓടേണ്ട ഒരു ആവശ്യമില്ല. ഈ കാർഡിലെ ബാലൻസ് ഉപയോഗിച്ച് അത് സാധിക്കും. പിന്നെ ഇനി ഇതിലെ ഏറ്റവും വലിയ സവിശേഷത പറയാം. ഈടായി ഒന്നും നൽകാതെ തന്നെ ബാങ്ക് നിങ്ങളെ വിശ്വസിക്കുന്നു. അതിന് ഗ്യാരണ്ടി നൽകുന്നത് സാക്ഷാൽ കേന്ദ്ര സർക്കാരാണ്. ഈ പദ്ധതി കേവലം ഒരു ചെറിയ സഹായമല്ല, മറിച്ച് ഒരാളെ വലിയൊരു ബിസിനസ്സുകാരനാക്കി മാറ്റാനുള്ള ഒരു വൻ നീക്കമാണ്. ഇതിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, ഒരു കച്ചവടക്കാരൻ പദ്ധതിയിൽ ചേരുമ്പോൾ ആദ്യം ലഭിക്കുന്നത് 15000 രൂപ വരെയാണ്. ഇത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ 12 മാസം സമയവും ലഭിക്കും. പിന്നെ രണ്ടാം ഘട്ടം, ആദ്യ ലോൺ കൃത്യമായി അടച്ചു തീർക്കുന്നവർക്ക് ലോൺ തുക 25000 രൂപയായി വർദ്ധിപ്പിച്ചു നൽകും. മൂന്നാം ഘട്ടത്തിലേക്ക് വന്നാൽ ഈ ഘട്ടത്തിലും വിശ്വാസ്യത തെളിയിക്കുന്നവർക്ക് 50000 രൂപ വരെ വായ്പ ലഭിക്കും. ഇതിലൂടെ ഒരു ചെറിയ തട്ടുകടക്കാരന് തന്റെ കട ഒരു ചെറിയ ഹോട്ടലാക്കി മാറ്റാനോ പുതിയ ഉപകരണങ്ങളൊക്കെ വാങ്ങാനോ സാധിക്കും. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ പലിശയെക്കുറിച്ച് പേടിയുണ്ടോ? എങ്കിൽ അതും കൂടി കേട്ടോളൂ. നിങ്ങൾ ലോൺ തുക കൃത്യമായി തിരിച്ചടക്കുകയാണെങ്കിൽ പലിശയിൽ 7% സബ്സിഡി കേന്ദ്ര സർക്കാർ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകും. അതുകൊണ്ടും തീർന്നില്ല. നിങ്ങൾ ഡിജിറ്റൽ ഇടപാടുകൾ അഥവാ UPI വഴി പണം വാങ്ങുകയോ നൽകുകയോ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ പ്രതിവർഷം 1200 രൂപ വരെ ക്യാഷ് ബാക്കും ലഭിക്കും. പലപ്പോഴും പലിശയേക്കാൾ കൂടുതൽ തുക ക്യാഷ് ബാക്ക് ആയി കിട്ടുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൗജന്യമായി പണം ഉപയോഗിക്കുന്നതിന് തുല്യമാണിത്. ഈ പദ്ധതിയുടെ വിജയം കേരളത്തിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് കേരളത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി ഈ സേവനം സമർപ്പിച്ചത്. കേരളത്തിലെ 1 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണ് ഈ ആനുകൂല്യം എത്തുന്നത്. നമ്മുടെ നാട്ടിലെ മീൻ കച്ചവടക്കാര്, ലോട്ടറി വിൽക്കുന്നവര്, വഴിയോര കച്ചവടക്കാര്, ഇവർക്കെല്ലാം ഇന്ന് ഡിജിറ്റൽ സാക്ഷരതയുള്ളവരായി മാറുകയാണല്ലോ. കേരളം പോലെ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ഡിജിറ്റൽ ടൂളുകൾ കച്ചവടക്കാർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇത് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം. അതായത് കാരണം ഇതിനു മുമ്പ് ഭരിച്ചവരെല്ലാം, ഞാൻ ഉദ്ദേശിക്കുന്നത് UPA സർക്കാരിനെ തന്നെയാണ്, അവർ സാധാരണക്കാരെ വെറും വോട്ട് ബാങ്കുകളായി മാത്രം കണ്ടവരാണ്. എന്നാൽ മോദി സർക്കാർ അവരെ രാജ്യത്തിന്റെ പങ്കാളികളാക്കി മാറ്റുന്നു.
ലോകം ഇന്ന് ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ 40% നടക്കുന്നത് ഭാരതത്തിലാണ്. വികസിത രാജ്യങ്ങൾ പോലും പണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു തെരുവ് കച്ചവടക്കാരൻ UPI വഴി തന്റെ ബിസിനസ് നിയന്ത്രിക്കുകയാണ്. ഈ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്യുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഫോർമലൈസേഷൻ ഓഫ് എക്കോണമിയാണ്. ഓരോ കച്ചവടക്കാരനും ബാങ്കിംഗ് റെക്കോർഡുകളിൽ ഇടം പിടിക്കുന്നു. ഭാവിയിൽ അവർക്ക് വീട് വെക്കാനോ മക്കളെ പഠിപ്പിക്കാനോ വലിയ വലിയ ലോണുകൾ വേണമെങ്കിൽ അവരുടെ ഈ സ്വനിധി റെക്കോർഡ് ഒരു വലിയ രേഖയായി മാറും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ ഇതിൽ പങ്കാളികളാകാം എന്ന പോയിന്റിലേക്ക് ഞാൻ വരാം. അപേക്ഷ നടപടികൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. pmswanidhi.mohua.gov.in എന്ന വെബ്സൈറ്റിലൂടെ നേരിട്ട് അപേക്ഷിക്കാം. അത് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. PM സ്വനിധി മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ CSC സെന്ററുകളോ അവ വഴി അപേക്ഷ നൽകാം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, കച്ചവടം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഇത് മാത്രം മതി. നമ്മൾ ഇന്ന് കണ്ടത് ഒരു ചെറിയ കാർഡിനെ കുറിച്ചല്ല, മറിച്ച് മാറ്റത്തിന്റെ ഒരു വലിയ തിരമാലയെ കുറിച്ചാണ്. ഒരു രാജ്യം അതിന്റെ അവസാനത്തെ പോരിനെയും പരിഗണിക്കുമ്പോഴാണല്ലോ ആ രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കുന്നതും സുസ്ഥിര വികസനം സാധ്യമാകുന്നതും. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കം ഇന്ത്യയെ വികസിത ഭാരതം 2047 എന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരന്റെ വിയർപ്പിന് ബാങ്ക് ഗ്യാരണ്ടി നൽകുന്ന ഈ പദ്ധതി ഓരോ ഭാരതീയന്റെയും വിജയമാണ്. ഈ PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് എന്നത് വെറും തുടക്കം മാത്രമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം ഇതിലും എത്രയോ വലുതാണ്. വരാനിരിക്കുന്ന നാളുകളിൽ ഭാരതത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ നീക്കങ്ങളാണ് സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത്. ഇന്നത്തെ ഈ ഡിജിറ്റൽ വിപ്ലവം നാളെ നമ്മുടെ ഗ്രാമങ്ങളെ സ്മാർട്ട് എക്കണോമിക് ഹബ്ബുകളാക്കി മാറ്റും. ലോകം ഉറ്റുനോക്കുന്ന വികസിത ഭാരതം 2047 എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചെറുകിട കച്ചവടക്കാർക്കായി ഏകീകൃതമായ ഒരു ഡിജിറ്റൽ ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോം സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാല് ഒരു തെരുവ് കച്ചവടക്കാരന് തന്റെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലേക്കും വിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനവും വരാൻ പോകുന്നുണ്ടെന്ന്. കൂടാതെ PM വിശ്വകർമ്മ പദ്ധതിയിലൂടെ നമ്മുടെ പരമ്പരാഗത കൈവേലക്കാരെയും കരകൗശല വിദഗ്ധരെയും ഒക്കെ ആഗോള വിപണിയിലെ മുൻനിരക്കാരാക്കി മാറ്റാനുള്ള വൻ നിക്ഷേപങ്ങളാണ് നടക്കുന്നത്. സാങ്കേതിക വിദ്യ വെറും നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഡ്രോൺ സാങ്കേതിക വിദ്യ മുതൽ 6G ഇന്റർനെറ്റ് വരെ നമ്മുടെ ഗ്രാമീണ മേഖലയുടെ വളർച്ചയ്ക്കായി മോദി സർക്കാർ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് കേവലം ഡിജിറ്റൽ പണമിടപാടുകളിൽ ഒതുങ്ങുന്നുമില്ല. കാർഷിക മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ, യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള മുദ്രാ ലോണുകളുടെ വിപുലീകരണം, സൗരോർജ്ജത്തിലൂടെ ഓരോ വീടിനെയും വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാക്കുന്ന PM സൂര്യഘർ പദ്ധതി, ഇങ്ങനെ നീളുന്നു മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനുകൾ. ലോകം സാമ്പത്തിക മന്ദത്തിൽ ഉഴലുമ്പോഴും ഭാരതം മാത്രം കുതിച്ചുയരുന്നത് ഇത്തരം ദീർഘവീക്ഷണമുള്ള സുസ്ഥിരമായ പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നത് വെറും ഒരു വാക്കല്ല, മറിച്ച് ഇതുപോലെയുള്ള ഓരോ സാധാരണക്കാരനെയും കൈകളിലെത്തുന്ന അധികാരത്തിന്റെ തെളിവാണ്. എന്തായാലും ഈ ഒരു മാറ്റത്തെക്കുറിച്ച്, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന വൻ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.